എല്ലാവർക്കും നമസ്കാരം. എത്രയൊക്കെ ഉരച്ച് കഴിയിട്ട് ക്ലോസറ്റിലെ കറ പോകാത്തതിനും ടൈൽസുകളിലെ കറ പോകാത്തതിനുമായുള്ള ടിപ്സ് നോക്കാം. ഇതിനു വേണ്ടി എടുക്കുന്നത് ഉപ്പാണ്. കല്ലുപ്പോ പൊടിയുപ്പോ നിങ്ങൾക്ക് എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ക്ലോസറ്റിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം ഫ്ലഷ് ചെയ്ത് കളയാം. ഫ്ലഷ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ക്ലോസറ്റിലുള്ള കറകളെല്ലാം പോയി കിട്ടുകയും ക്ലോസറ്റ് നല്ല ക്ലീനായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇനി ടൈൽസിലെ കറകൾ പോകാനായിട്ടുള്ളത് നോക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ വിനാഗിരിയും ഇതിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഷാമ്പു ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് അളവ് കൂട്ടാം. ഇനി ഇത് ടൈൽസിലെ കറയുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുക്കാം. അപ്പോൾ ടൈൽസിലെ കറകളെല്ലാം പോയി ക്ലീനായി കിട്ടും. തുടർച്ചയായി 4 ദിവസം നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലോസറ്റും ടൈൽസും എല്ലാം ക്ലീനായി കിട്ടും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.